ഇക്കഴിഞ്ഞ 1-ാം തീയതി വൈകുന്നേരമായിരുന്നു സംഭവം. കൊട്ടിയൂർ IJM ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനി അലീന മരിയ ബസ് കയറുന്നതിനിടെ ബസ് മുന്നോട്ടെടുക്കുകയും കണ്ടക്ടർ ബസിന്റെ വാതിൽ പെട്ടെന്നടക്കുകയും ചെയ്തപ്പോഴായിരുന്നു അലീനയുടെ ഇടത് കൈയുടെ ഷോൾഡറിന് പരിക്കേറ്റത്. ഈ സംഭവം ബസ് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബസ് ജീവനക്കാർ വളരെ മോശമായാണ് പെരുമാറിയതെന്നും കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ലെന്നും അലീന പറഞ്ഞു. ബസ്സിലേക്ക് കയറാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ഡ്രൈവർ ബസ് മൂവ് ചെയ്യുകയും കയറാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും കണ്ടക്ടർ ഡോറ് പിടിച്ച് ഒറ്റ വലിച്ചടച്ചു. അപ്പം ഞാൻ ബസ്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പയിൽ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് അയാളത് വലിച്ചടച്ചുകൊണ്ട് എൻ്റെ പുറകിനിട്ട് വന്നിട്ട് ആ ഡോറ് വന്നിട്ട് ഒറ്റ അടി, ഇവിടെ നല്ല വേദനയും ചതവൊക്കെ ഉണ്ടായി. എന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ബസ്സിൽ നിന്ന് ഫോൺ വിളിച്ച് എൻ്റെ അമ്മേനെ വിളിച്ചു. അപ്പം അമ്മ പറഞ്ഞു പേരാരോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ബസ്സുകാരോട് പറഞ്ഞു എനിക്കിങ്ങനെ സംഭവിച്ചു, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര മോശമായിട്ടാണ് എന്നോട് പെരുമാറിയത്. ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും അടക്കം എന്നോട് എൻ്റെ അമ്മേനോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. എൻ്റെ തോള് അവിടുന്ന് പറഞ്ഞൊന്നും പോയൊന്നുമില്ലല്ലോ, അവിടെ തന്നെ ഇല്ലേന്നടക്കം അവർ മോശമായിട്ട് പെരുമാറി. കാര്യം അറിയാതെ ബസ്സിലെ യാത്രക്കാരടക്കം എന്നോടും അമ്മേനോടും മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ നിർബന്ധം പിടിച്ചുകൊണ്ടാണ് ബസ്സിലെ ക്ലീനർ ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ വരികയും കൂടെ വരികയൊക്കെ ചെയ്തത്. പോലീസിൽ പരാതി കൊടുത്തിട്ട് ഇന്നാണ് അവർ വന്ന് മൊഴി എടുത്തത്. അവർ ഇത് സംഭവിച്ച ശേഷം ആ കണ്ടക്ടർ ഡ്രൈവർ എന്നെ പറ്റിയ ഒന്നും അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. സംഭവം 1-ാം തീയതി കണ്ണൻ എന്ന് പറഞ്ഞ കൊട്ടിയൂർ തലശ്ശേരി ഓടുന്ന ബസ്സായിരുന്നു. തുടർന്ന് ബസ് പേരാവൂരിലെത്തിയപ്പോൾ അലീനയുടെ മാതാപിതാക്കൾ ഇക്കാര്യത്തെക്കുറിച്ച് ബസ് ജീവനക്കാരോട് ചോദിച്ചപ്പോൾ അവരോട് മോശമായ രീതിയിലാണ് പെരുമാറിയതെന്നാണ് പരാതി. ഒടുവിൽ നാട്ടുകാർ ഇടപെട്ടായിരുന്നു അലീനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒപ്പം ക്ലീനറെ അയക്കുകയും ചെയ്തു. തലശ്ശേരി കൊട്ടിയൂർ റോഡിലോടുന്ന കണ്ണൻ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമാണ് അലീനയോടും മാതാപിതാക്കളോടും മോശമായി പെരുമാറിയത്. ഇത് സംബന്ധിച്ച് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് വീട്ടിലെത്തി അലീനയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.